പേര് ദേവി പുണ്യ. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. എനിക്ക് പറയാനായിട്ടുള്ളത്, ആദ്യത്തെ സാക്ഷ്യം 2021 അതായത് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത സാക്ഷ്യമാണ്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. എൻ്റെ അച്ഛൻ 2020 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വല്യമ്മ പറഞ്ഞാണ് എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അറിയാവുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആരോഗ്യത്തിനെ പറ്റിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അച്ഛന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അസുഖം, അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടബാധ്യത മാറാനായിട്ടാണ്. ഉടമ്പടി എടുത്ത് കടബാധ്യത കൂടുതലുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം വളരെയധികം കൂടുതലായിരുന്നു. അതായത് ഞാൻ അപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ കടത്തിനെ പറ്റി കൂടുതൽ അറിയുന്നത്. അച്ഛന് KSFE ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. ഒരു 20 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ വേറെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ, അച്ഛൻ മധ്യസ്ഥം നിന്ന് 2-3 ആൾക്കാർക്ക് പൈസ മേടിച്ചു കൊടുത്തായിരുന്നു. വേറൊരാളുടെ കയ്യിൽ നിന്ന് മധ്യസ്ഥം നിന്ന് മേടിച്ചു കൊടുത്തു. ആ സമയത്ത് 2016 പൈസ മേടിച്ചു കൊടുത്തത്. പലിശയ്ക്കാണ്, വേറൊരാളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ വളരെയധികം പരിശ്രമിച്ചിട്ടും അവരാരും പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പൈസ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ വിഷമതകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ഞാൻ അയാളെ പലപ്പോഴായി പോയി കണ്ടു. പക്ഷെ പുള്ളി അതൊന്നും കൂട്ടാക്കില്ല. പുള്ളിയുടെ കയ്യിൽ പൈസ തിരിച്ചു കൊടുക്കാനില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു. 2020 കഴിഞ്ഞ് 2021, അതായത് 2021 ഓഗസ്റ്റിലാണ് അയാൾ പൈസ തിരിച്ചു തരുന്നത്. 2020 എൻ്റെ അച്ഛൻ്റെ മരണശേഷം അമ്മയെടുത്ത് ഞാൻ ഉടമ്പടി എടുത്തതിൽ ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, ഇയാൾ ഈ പൈസ തിരിച്ച് തരില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പക്ഷേ അമ്മയാണ് എനിക്ക് ആ പൈസ തിരിച്ച് വാങ്ങിച്ച് തന്നത്. അങ്ങനെ 1.5 ലക്ഷം രൂപയും എനിക്ക് തിരിച്ച് കിട്ടി. ഞാനത് കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തു. അങ്ങനെ അമ്മയും തിരുകുമാരൻ്റെ അടുത്തും കൃപാസന മാതാവിൻ്റെ അടുത്തും ഞാനിതിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. കാര്യം ഞാൻ അത്രയും വിഷമിച്ച ഒരു ഇഷ്യൂ ആണിത്. ഇതിൻ്റെ മുമ്പ് അതിനിടയിൽ എന്തെങ്കിലും അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുകയോ വല്ലതും ചെയ്തോ? അതെ, അതായത് ഈ പുള്ളി വേറൊരാളുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായ വിഷമതകൾ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അച്ഛൻ മരണപ്പെട്ട വീടാണ്. അച്ഛൻ മരിച്ചതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും മാത്രമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഹസ്ബൻഡ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമില്ലായ്മ കൊണ്ടും ചേട്ടൻ ഇവിടെ എവിടെയായിട്ടാണ് നിൽക്കുക. അപ്പം ശരിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ ഗ്രഹനാഥനാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർക്ക്, അതായത് പലിശക്കാർക്ക് നമ്മളെ വന്ന് ബഹളം വയ്ക്കാനൊരു ഭയങ്കര അച്ഛൻ്റെ അഭാവം ഞങ്ങളെ നല്ലോണം ബാധിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം മാതാവ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴായിട്ട് അവർ ഭീഷണിപ്പെടുത്തി. ആ സമയത്തൊക്കെ ഞങ്ങൾ ശരിക്കും ഓരോ ദിവസവും പേടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു തന്നെ ഉണ്ടായിരുന്നു. പുള്ളി മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി വീട്ടിൽ അസ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അത് ആ സമയവും ഈ പറഞ്ഞ പലിശക്കാരൻ എന്നെയാണ് തിരക്കിയത്. ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു. അമ്മയും അനിയത്തിയാണ് ഉണ്ടായിരുന്നത്. അയാളുടെ ഭാര്യയും കൂടെയാണ് വന്ന് ബഹളം വെച്ചു, പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവായ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ബഹളം വയ്ക്കേണ്ട, അത് വേറെ പ്രശ്നത്തിലോട്ട് പോകും, നിങ്ങൾക്ക് പൈസ തരാണ്ടെങ്കിൽ അവർ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഞാൻ പൈസ കൊടുക്കുന്നത്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്. അതും അമ്മ ശരിയാക്കി തരുമെന്ന് തന്നെയാണ് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, KSFE ബാങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. KSFE ബാങ്കിൽ 2 ലോണായിട്ട് 10 ലക്ഷത്തിൻ്റെ ഒരു ലോണും 5 ലക്ഷത്തിൻ്റെ മറ്റൊരു പേഴ്സണൽ ലോണും, അങ്ങനെ 2 ലോണുണ്ടായിരുന്നു. 2018 വരെ, അതായത് എൻ്റെ അച്ഛന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയം വരെ മുടങ്ങാതെ അത് അടച്ചുകൊണ്ടിരുന്നു. കോവിഡ് വന്നതോടുകൂടി അടവെല്ലാം മുടക്കമായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു വഴിയുമില്ല. എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അപ്പോൾ എൻ്റെ ശമ്പളം കൊണ്ടുപോലും ആ കടങ്ങളൊന്നും നികത്താൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിലെ 2ാമത്തെ നിയോഗമാണിത്. KSFEയിലെ ബാങ്കിൻ്റെ ലോൺ എനിക്ക് എന്തെങ്കിലും അമ്മ സഹായിക്കണം. ഇത്രയും വലിയ, അതായത് 18.5 ലക്ഷത്തോളം ഉണ്ട്. ഞാൻ എങ്ങനെ വിചാരിച്ചാലും ഈ പൈസ അടയ്ക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ ഉടമ്പടി വെച്ചിട്ട് ബാങ്ക് മാനേജറെ പോയി കണ്ടു.
സംസാരിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛൻ മരണപ്പെട്ടില്ലേ, അപ്പോൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വേണം, എങ്കിലേ നമുക്ക് ചിട്ടിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല, ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മാഡത്തിനെ പോയി കണ്ടപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങളൊരു ഹെഡ് ഓഫീസിലോട്ട് റിക്വസ്റ്റ് തരൂ, തൽക്കാലത്തേക്ക് നിങ്ങൾ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു. മാർച്ച് മാസം എല്ലാവർക്കും അറിയാമല്ലോ, KSF-ലൊക്കെ ചിട്ടി ഒരു ഇളവ് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ അടച്ച ഞങ്ങൾക്ക് ഒരു 50,000 രൂപ ഒരു ഇളവ് കിട്ടും. അപ്പോൾ ആ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പക്ഷേ മാർച്ച് മാസത്തിൽ ഇത് പാസ്സായില്ല. ഏപ്രിൽ മാസമായപ്പോൾ തൃശ്ശൂരിലെ ഹെഡ് ഓഫീസിൽ നിന്ന് തിരിച്ച് റിപ്ലൈ വന്നു, ഞങ്ങളെ ചിട്ടിയിൽ പങ്കെടുപ്പിക്കണം. അതായത് മരണപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുത്വ സർട്ടിഫിക്കറ്റും പിന്നെ അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി, അതപ്പോൾ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവർ ബന്ധുക്കളാണ് അല്ലെങ്കിൽ റിലേഷനുള്ള ആൾക്കാരാണ്, അനന്തരാവകാശികളാണെന്നുള്ളതിൽ ചിട്ടി പങ്കെടുക്കാൻ അനുവദിച്ചു. അന്നത്തെ ചിട്ടിയിൽ തന്നെ ഞങ്ങൾക്ക് ചിട്ടി പിടിക്കാൻ അമ്മ അനുഗ്രഹം തന്നു. 16,93,000 രൂപ വെച്ച് ചിട്ടി പിടിക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ എന്താ പറയുക, 13 ലക്ഷവും 5 ലക്ഷമായിരുന്ന 18 ലക്ഷത്തിൽ നിന്ന് അത്രയും എമൗണ്ട് എനിക്ക് അമ്മ കുറച്ച് തന്നു. അമ്മയോട് ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നിരുന്നെങ്കിലും എൻ്റെ കടം മൊത്തം മാറിയിട്ട് പറയാമെന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും അത് കടം തീർന്നിട്ട് പറയണ്ട, ഇപ്പോഴേ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും. അത് മാതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് കൃപാസനം എവിടെയാണെന്നോ ആലപ്പുഴയിലാണെന്നോ കലവൂരാണെന്നോ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഉടമ്പടി സാക്ഷ്യം കിട്ടിയ സമയത്ത് എനിക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പോകണമല്ലോ, എന്നെ ആരെ ഇവിടുന്ന് ആലപ്പുഴ കൊണ്ടുപോവുക? കൊല്ലമൊക്കെ ആണെങ്കിൽ ബസ് കയറി പോവാം, ട്രെയിൻ കയറി പോവാം. എനിക്ക് തിരുവനന്തപുരം അല്ലാതെ മറ്റൊരു സ്ഥലം ഞാൻ ദൂരോട്ട് ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ അമ്മ എനിക്ക് ഞാൻ ഫെബ്രുവരി 2022 ഞാൻ ടെമ്പററി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്. അവിടെ നിന്ന് എനിക്ക് എൻ്റെ സമയം കഴിഞ്ഞു. എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ കാർഡ് വരുന്ന സ്ഥലം ആലപ്പുഴയിൽ നിന്ന്. ഭയങ്കര ഒരു അതിശയമായിരുന്നു എനിക്കത്. ഞാൻ ആലപ്പുഴയിലോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ എനിക്ക് സത്യത്തിൽ ആലപ്പുഴയിലാണ് കലവൂരെന്നും ഒരു അറിയില്ല. അപ്പോൾ എനിക്ക് ഇനി ആലപ്പുഴ പോയി അറ്റൻഡ് ചെയ്യാനോ, അവിടെ പോയി അറ്റൻഡ് ചെയ്താൽ എനിക്ക് കിട്ടുമോ? കിട്ടത്തൊന്നുമില്ല. എന്നിട്ട് ഞാൻ വല്യമ്മ ആ സമയം എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, വല്യമ്മ ഇതുപോലെ എനിക്കൊരു ഇൻ്റർവ്യൂ ലെറ്റർ വന്നു, എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പരീക്ഷ തസ്തികയിൽ നിന്നിപ്പോൾ ആ ടൈം കഴിഞ്ഞുകൊണ്ട് ഞാൻ മാറി നിൽക്കുവാണ്, എനിക്ക് അടുത്ത ജോലിക്ക് അപേക്ഷിക്കണം, ഇപ്പോൾ വന്നേക്കണം ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ വരെ പോയാൽ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും? അച്ഛൻ മരിച്ചു, സഹോദരി പഠിക്കുന്നേ ഉള്ളൂ, അമ്മ മാത്രമാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഇവളെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ആലപ്പുഴ പോവും? അപ്പോൾ വല്യമ്മ പറഞ്ഞു, ഇല്ല പുണ്യ, നീ ആലപ്പുഴയാണ്, അമ്മ ആലപ്പുഴയിലാണ് കൃപാസനം, നീ എന്തായാലും ഈ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മ ആദ്യമായിട്ട് തന്നത് ഒരു ജപമാലയാണ്. ഈ താഴെ ഞാൻ കുമ്പിട്ട് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയത് ജപമാലയാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ജോലി അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു. എനിക്കിവിടെ അമ്മയെ വന്ന് തൊഴണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഈ ജോലിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി. ഒരു റെക്കമെൻഡേഷനും ഇല്ല, എനിക്കിവിടെ ജോലി കിട്ടി. ഞാൻ മെഡിക്കൽ ഓഫീസറായിട്ട് ചമ്പക്കുളത്ത് വർക്ക് ചെയ്തു. അമ്മ ഇവിടെ വന്ന് ഒരുപാട് പ്രാവശ്യം തൊഴാനുള്ള അനുഗ്രഹം എനിക്ക് അമ്മ തന്നു. അത് ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും അതറിയാൻ പറ്റും. അമ്മയുടെ അനുഗ്രഹവും ഗ്രേസും ഇങ്ങനെ അത്ര സ്പ്രെഡാണ്. എനിക്കത് ഭയങ്കര അനുഭവമാണ്. അങ്ങനെ എനിക്കിപ്പോൾ സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 1.5 മാസം എനിക്ക് 1 വർഷത്തേക്കാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ കാർഡ് വന്നു. അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അവിടെ നിന്ന് തന്നെ വീണ്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ അറ്റൻഡ് ചെയ്തെങ്കിൽ അത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തെന്ന് പറഞ്ഞു, അമ്മ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ പോകണം. കാര്യം എനിക്ക് എൻ്റെ കടബാധ്യതകൾ ഇവിടുത്തെ എൻ്റെ ജോലി കൊണ്ട് എനിക്ക് നികത്താൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ്
താല്പര്യം എനിക്ക് അവിടുത്തെ ജോലി കിട്ടണമെന്ന് പറഞ്ഞു. വീണ്ടും എനിക്ക് അവിടെയും ജോലി കിട്ടി. ഇപ്പം ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജൂണിൽ കയറി വർക്ക് ചെയ്യുവാണ്. 2023 ജൂൺ വരെ എനിക്ക് ജോലിയുണ്ട്. ഇപ്പോഴത്തെ ജോലിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ അമ്മ, അതായത് ഞങ്ങൾ വീട്ടിൽ ഇതേ ഒരു സിറ്റുവേഷൻ വേറെ ആർക്കെങ്കിലും വന്നാൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് വലിയൊരു അസുഖം വന്നു. അതിൽ നിന്നും എൻ്റെ അമ്മ എന്നെ കരകയറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കിളായിരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുക്കിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18 പറയുന്നത് പോലെ ഇവിടെ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തികമായി ഒത്തിരിയേറെ തകർന്ന് പലിശക്കാരുടെ എല്ലാം ഭീഷണിയും അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പല വഴികളിലൂടെ കിട്ടുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പല വഴികളാണ് അവരുടെ മുമ്പിൽ തുറക്കുക. അങ്ങനെയാണ് അവർക്ക് അവരുടെ കടബാധ്യതകൾ പരിഹരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു മാനസിക അസ്വസ്ഥത, പലിശക്കാരുടെ ഭീഷണിയും മറ്റ് കുടുംബ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ടുള്ള അസ്വസ്ഥതയിൽ ഇവിടെ വരുമ്പോൾ അമ്മയാണ് ഈ മകളെ കരുതലോടെ കൈ പിടിച്ച് നടത്തുന്നത്. അതുപോലെ ഈ മകൾക്ക് ജോലിയിൽ ഉയർച്ച കൊടുക്കുന്നു, സാലറി വർധനവ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരിയേറെ കൃപകൾ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് തിരുവചനം പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം തിരുവചനം. അപ്പോൾ ഈശോയെ ജ്ഞാനസ്നാനത്തിലൂടെ അറിഞ്ഞ് അങ്ങനെ ഈശോയുടെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു മകളല്ല, എന്നാൽ തൻ്റെ അനുഭവത്തിലൂടെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും അറിഞ്ഞ് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഇപ്പോൾ കൂട്ടിനുണ്ട് എന്ന് പറയുന്ന ഒരു മകളുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്.